ഒരാളെയും കൂടെ ഞാനൊന്ന് വിളിക്കുകയാണ്. ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ്. മിമിക്രിയിൽ അദ്ദേഹം രാജാവാണ്. ആ സ്ഥാനം അവിടെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേദികളിൽ ഹനീഫയ്ക്ക് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യടികൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. യന്ത്രൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഹനീഫക്ക അഭിനയിച്ച ശേഷം ഡബ് ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത്. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ അന്വേഷിച്ച് ആ ചിത്രത്തിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയി അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയ ഒരു മലയാളിയാണ്. ഹൃദയപൂർവ്വം ഓർമ്മയിൽ നിന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനേതാവ് പ്രിയപ്പെട്ട കോട്ടയം നസീർ. നസീർക്ക, നമസ്കാരം. ഒരുപാട് തവണ ഹനീഫക്കയുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാട്ടുചെമ്പകം പോലെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും കൂടെയുള്ള ആളായിട്ടും, ഉദയപുരം സുൽത്താൻ പോലെയുള്ള സിനിമകളിലൊക്കെ ഈ ഹനീഫക്കയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹനീഫക്കയുടെ അനിയൻ, ചേട്ടൻ, ബന്ധുക്കൾ വേണമെങ്കിൽ അപ്പൊ നസീർക്കയാണ് കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്, വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടതും ഓർമ്മകളും പരിചയപ്പെട്ടതും ഒക്കെ? എനിക്കൊന്ന് അനീഫ്ക്ക് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഷോ ഗൾഫിൽ ഈസ്റ്റ് കോസ്റ്റ് സാറിൻ്റെ ഷോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അകത്ത് കൊണ്ടുപോയിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി. അപ്പോൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഒത്തിരി കൊല്ലമായി. അപ്പോൾ പറഞ്ഞു, ഇത് കോട്ടയം നസീർ നന്നായിട്ട് നിങ്ങളൊക്കെ അനുകരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സാഹസം ഒരുക്കിയിട്ട് ഞാൻ അനീഫ്ക്കൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റപ്പാലത്ത് അരമന വീടും 500 ഏക്കറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചാനൊക്കെ. അന്ന് മമ്മൂക്ക അനീഫ്ക്കൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അന്ന് അനീഫ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ടിരുത്തി ഒരുപാട് നേരം സംസാരിക്കുകയും വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെക്കുറിച്ചും പിന്നെ സിനിമയിൽ ചെയ്യേണ്ട റോളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു. എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അനീഫ്ക്കയുടെ അനിയൻ നൗഷാദക്കയുടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ എന്ന കൂട്ടത്തിൽ ഞാനും അനീഫ്ക്കയുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്ക്കെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ അനീഫ്ക്ക പറയാ, അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ അനിയനാണെന്നാ. ഭയങ്കര കാര്യമായിരുന്ന സമയത്തൊക്കെ. ഞാനതാ പറഞ്ഞത്, പല സിനിമകളിലും ഒരേപോലെ നിങ്ങൾ കാട്ടിയമ്പകത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ. കാട്ടിയമ്പകത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. വേറൊന്നുമല്ല, നമ്മള് ഇപ്പൊ ഒരാളെ അനുകരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മൾ അയാളെ ഒന്ന് അനുകരിക്കുന്നത്. ശരി, 2 മിനിറ്റ് വെച്ചോ പരമാവധി. 1 മിനിറ്റ് ഒക്കെ നമ്മൾ അയാളെ പോലൊക്കെ നിന്നു അല്ലെങ്കിൽ അനുകരിക്കുന്നതൊക്കെ ഓക്കെയാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഫുൾ ലെങ്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. അതെ. അപ്പൊ എന്നോട് ആദ്യം വിനയൻ സാറ് പറഞ്ഞത് അനീഫ്ക്കയുടെ ടോണിൽ തന്നെയൊക്കെ നീ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അതിനേക്കാളും കുഴപ്പമാകും. കാര്യം മിമിക്രിയുടെ ഒറിജിനൽ ആള് കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ എനിക്ക് അതൊരു വലിയ വിഷമായി. ഹനീഫ്ക്ക ഫ്രണ്ട് നടക്കുമ്പോൾ ഞാൻ ഇതേപോലെ ശ്വാസം പിടിച്ച് നടക്കണ്ടേ? അതായത് കിരീടത്തില് ഹനീഫക്ക നടന്ന പോലെ ഹനീഫക്കയുടെ പുറകെ ഞാൻ നടക്കേണ്ട അവസ്ഥയായി. പക്ഷെ എന്താണ് പറയാ, ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശയ്ക്ക് ഇപ്പൊ നേരത്തെ ഞാൻ കേൾക്കായിരുന്നു, വലിവായിൽ ചിരിക്കുകയും ഇത്രയും തമാശ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളല്ലേ. അത് എന്തൊരു വലിയ ചിരിയാണ്. ചെറിയ തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയണില്ല, ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് എന്തൊരു സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടി അതെനിക്ക് കലാഭവമണിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. മണിയോടാണ് അന്വേഷിച്ചത്, ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അതിന് തൊട്ടു മുമ്പ് ഇടവേള ബാബുച്ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, അനീഫ്ക്ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ്, ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ്ക്ക പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് 2 പടം ഡബ് ചെയ്യാനുണ്ട്. തമിഴ് പടമാണ്, ഒന്ന് എന്തിരനും മദ്രാശി പട്ടണവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഫ്ക്ക മരിച്ചു. അത് 2 ഞാനാ പോയി ചെയ്തത്. പിന്നെ ചെയ്യേണ്ടത് അത് ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ അകത്തൊരു പെർഫെക്ഷൻ വളരെ വലുതാണ്. ഇന്നത്തെ മറ്റേ പരിപാടികളൊന്നും അല്ലല്ലോ. അതുമല്ല, മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനീഫക്കയുടെ റൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു പരിപാടികളാണ്. ഒരു നടനെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. ജോണി ചേട്ടനോട് ഞാൻ ചോദിക്കാം, അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ്. അതും
സൂപ്പർ ഹിറ്റ് പടം സംവിധാനം ചെയ്ത് അങ്ങനെയല്ല, അത് വാത്സല്യം പോലൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില കാണുന്ന പുതിയ ആളുകൾക്കെങ്കിലും വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫയ്ക്കാണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാവും. സംവിധായകനായ ഹനീഫയ്ക്ക എപ്പോഴെങ്കിലും സംസാരിക്കുമോ? നിങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരു ആംഗിളിനെ കുറിച്ചോ ഒക്കെ സംവിധായകനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും പുള്ളി ഇടപെടുകയില്ല, ഒരിക്കൽ പോലും ഇടപെടില്ലായിരുന്നു. ഈ തമാശക്കുള്ള എന്തെങ്കിലും സജഷൻസ്, ചിലപ്പോൾ ഒറ്റ ഷൂട്ടിൽ പോയാൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ ചിലത്, അല്ലാതെ ഒരു കാരണവശാലും അത് ഇടപെടുകയില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ അനീഫ്ക്കയുടെ ചില സിനിമകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനീഫ്ക്ക കഥാകൃത്തായിരുന്ന കുറേ കാലഘട്ടമുണ്ട്. ഇതിഹാസം ഞാൻ നമുക്കറിയാലോ, ഒരു വീട്ടിൽ DGP നസീർ സാറ്, പോലീസ് കമ്മീഷണർ സോമേട്ടൻ മോൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ സുകുമാരേട്ടൻ, വേറൊരു മോൻ, ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാവും. ഞാനത് ചോദിച്ചിട്ടുണ്ട് അനീഫ്ക്കയോട്. നസീർ സാർ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് സുകുമാരൻ സോമൻ 3 മക്കള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീവിദ്യാമ്മ, ജലചേച്ചി, കിൽക്കാൻ പറ്റിയായിട്ടൊരു പെങ്ങള്. അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഈ പെങ്ങളെ തന്നെ ജോസ് പ്രകാശ് സാറ് ബലാത്സംഗം ചെയ്യുമെന്നുള്ളതാണ്. അത് കമ്മീഷണർ എല്ലാവരും ഞാൻ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വില്ലൻ അദ്ദേഹമായിരിക്കും. ഇവിടെ തന്നെ പോയി ബലാത്സംഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്. അനീഫ്ക്ക ചിരിക്കും. ഈ അനീഫ്ക്കക്ക് ഈ വക്കീലുമാരിലും ജഡ്ജിമാരിലൊക്കെ കൈവശം കൊടുക്കും. ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്കത് കൈവശം നടന്നില്ല. എല്ലാ പടത്തിലും കോടതിയും വക്കീലും ഉണ്ടാവും. ആ വാത്സല്യത്തിലെങ്കിലും ഈ സിദ്ദിഖാക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാഞ്ഞില്ലേ? അപ്പൊ പുള്ളി ഒറ്റ ചിരിയായിരുന്നു. പഠിച്ചിട്ട് മറ്റേ പറ്റിക്കലാണ്. അതെ അതെ. ഞാൻ അതുപോലെ പറഞ്ഞപ്പോഴാണ് ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്, വാത്സല്യത്തിലെ മമ്മൂക്ക വീട് വിട്ട് ഇറങ്ങിപ്പോയി, എല്ലാരും പോയി, സിദ്ദിഖേട്ടൻ മാത്രമാകുമ്പോ ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട്. പുള്ളി ഒരുപാട് പേര് വന്നിട്ട് നിന്നെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഞാൻ അനീഫ്ക്കയുടെ കോൺട്രിബ്യൂഷൻ അല്ലാതെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയില്ലേ, ആട്ടക്കലാശം സിനിമയിലായിരുന്നു അനീഫ്ക്ക ആ സമയത്തല്ലേ ഒരു ഭയങ്കര ഒരു നമ്മുടെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഈ ചൊല്ലി വന്നിരുന്ന ഒരു ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് ഞാനൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞ അനീഫ്ക്കെ തിരിച്ചറിയണം. അതിനു മുമ്പ് ചിലപ്പം പിന്നീടാണ് ഇപ്പൊ സിനിമ കാണുമ്പോഴാണ്, പഴയ സിനിമ കാണുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ അനീഫ്ക്ക ഉണ്ടാവും ഇഷ്ടം പോലെ. അതായത് രക്തത്തിൽ സംസാരിക്കാൻ പറ്റാത്ത പൊട്ടണമായിട്ട് ഭയങ്കര രസമായിരുന്നത് ജോഷി സാറിന്റെ പടം. അല്ല, ഹനീഫ്ക്ക ഈ നമ്മൾ ജഗ്ഗു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, അതായത് കൊള്ളത്താവളങ്ങൾ, ഈ കൊള്ളക്കാർ ഒളിച്ചിരിക്കുകയൊന്നുമല്ല, കൊള്ളക്കാരൊരു താവളം ഉണ്ടാക്കി അവിടെ ഒരു സിസ്റ്റവും പോത്തിന്റെ തലയും അതിന് 2 ചുമല കണ്ണും ടൈറ്റ് ടീഷർട്ട്, തടിമില്ലിലെ പോലത്തെ കുറെ ലൈറ്റുകള്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ചെറിയൊരു ക്യാബറെ, അവിടെ ഇവർക്ക് വേറെ ബാങ്ക് മോഷ്ടിക്കുക, ക്യാബറെ കാണുക. ആ സംഘങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഈ എസ്ബോസ് പറയുന്ന സംഘത്തിൽ ഹനീഫൊക്കെയുണ്ട്. എസ്ബോസ് എന്ന് പറയുന്ന ഒരേപോലെ 2 പടത്തിൽ ജോസ് പ്രകാശ് സാർ പുള്ളിയെ വെടിവെച്ചു പറഞ്ഞിട്ടുണ്ട്. 2 ചതിയാ. കാരണം ഇന്നലെ വരെ ഹീറോയോടെ വന്ന് ഇന്ന് വന്ന് പുള്ളിക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പ്രതിഫലമല്ലേ അടിച്ചടിച്ച് അപ്പൊ തന്നെ. അപ്പൊ പുള്ളിക്കൊരു ന്യായമുണ്ട്. അത് അനീഫ്ക്കയുടെ കഥ അല്ല, ജോസ് പ്രകാശ് സാറിന്റെ ഒരു ന്യായമുണ്ട്. ഇന്നലെ വരെ ചോറ് കൊടുത്ത് കൈക്ക് കൊത്തി അവൻ നാളെ എന്നെ കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഹനീഫ്ക്കയുടെ ഫസ്റ്റ് പടം സ്ക്രിപ്റ്റ് കഥ എഴുതുന്ന പടം പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത്, വേറെ ആരുടെ പേരിലാണ്. കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫ് വേണ്ട എന്ന് പറയുമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വേറൊരാള് എഴുതിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ കഥ കൊണ്ട് കൊടുക്കണത്. അതെടുത്തു. അത് ഇപ്പൊ ഈ സരിമേട്ടൻ പറഞ്ഞ കാര്യം, നമ്മള് ഈ നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അതെന്തിനാ ഇവരിങ്ങനെ ഇതിനു മുമ്പ് വിചാരിച്ചു വെച്ചെന്നറിയത്തില്ല. പക്ഷെ ഹനീഫ്ക്ക അതിനകത്ത് ഈ 2 അറ്റവും, അതായത് ഈ ലെവലേശം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ്. മഹാനദി CID മൂസ പറക്കം തളിക ആ എക്സ്ട്രീം ഉണ്ട്. അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ 2 വശങ്ങളിൽ നിന്നും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹനീഫ്ക്ക എന്ന് പറയുന്നത്. ഈ പത്രം, ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ സൂത്രധാരൻ അത് സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അത് ഹ്യൂമറും വില്ലനിസും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട് മിസ്റ്റർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര
പിന്നെ വേറെ രണ്ട് വിഷയമാണ്, ഞാനൊരു ഡയറക്ടർ എന്നുള്ള പുള്ളിയെ പണ്ട് പോലെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, 80-കൾ മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു. ഈ പറഞ്ഞ ഇതിഹാസം, രക്തം, ഇങ്ങനെ കുറെ പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. ആ. ഏത് ഈ 3 മാസങ്ങൾക്ക് മുമ്പ് തമിഴിലങ്ങാണ്ട് തായ്ക്കൊരു താലാട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ജോഷി സാറുമായിട്ടൊരു വലിയ ഭയങ്കര ബന്ധമുണ്ട്. ബന്ധമുണ്ട്. കാരണം ജോഷി സാറിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളുടെ എഴുത്തിലൊക്കെ അല്ല, ജോർജ് സാറിന്റെ ഒട്ടുമിക്ക എഴുത്തുകളും ആ കാലത്ത് പുള്ളി കഥ എഴുതുന്നു. മോർക്കൻ സിനിമയിലുണ്ടല്ലോ, ആ, മോർക്കൻ ഓഫീസർ, ജയനോട് ലൈറ്റർ കത്തിക്കുന്ന സംഘത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോഷി സാറിന് മിക്ക സിനിമകളിലും അല്ല, അവര് പഴയ ഫ്രണ്ട്സാണ് അവര്, ജോർജ് സാറും അനീഫിക്കയും മദ്രാസിലൊക്കെ ചെയ്തിട്ടുള്ള. ആയിട്ട് ഒന്നിച്ച് ആ. ആ കാലം. പ്രിയൻ സാറിന്റെ പടത്തിൽ പുള്ളി ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഫുൾ അഭിനയിച്ചേക്കുന്നത്. ഈ താളവട്ടത്തില് താളവട്ടത്തിൽ വേറെ ഒന്നുമില്ല, ലാലേട്ടനെ പിടിച്ചിടുക, ലോക്ക് ചെയ്യുക, അതേ ഉള്ളൂ. പക്ഷേ അല്ല, അഭിമന്യു എന്ന് പറഞ്ഞ സിനിമയിൽ ആ അതൊരു ഉഗ്രൻ ക്യാരക്ടറായിരുന്നു.